നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കയർ സംഘങ്ങൾക്ക് കൈക്കോപ്പറേഷൻ നൽകുവാനുള്ള ഉൽപ്പന്ന വില കുടിശ്ശിക എത്രയും പെട്ടെന്ന് തന്നു തീർക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൈക്കോപ്പറേഷന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം സംഘടിപ്പിച്ചത്. തന്റെ 40 വർഷത്തെ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നതായും താൻ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നതായും അഡ്വക്കേറ്റ് കിഷോർ ബാബു പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം കാര്യം വ്യക്തമാക്കിയത്. 12 വർഷത്തിലൊരിക്കൽ മാത്രം നടത്തിവരാറുള്ള ക്ഷേത്രാചാരമായ പള്ളിപ്പാന ഈ മാസം 8-ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ആരംഭിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധീവരസഭാംഗങ്ങളായിട്ടുള്ളവർക്ക് അർഹമായ സീറ്റ് നൽകുവാൻ ഓരോ പാർട്ടികളും തയ്യാറാകണമെന്ന് അഖില കേരള ധീവരസഭാ കൺവീനർ വി ദിനകരൻ ആവശ്യപ്പെട്ടു. ലയൺസ് ക്ലബ്ബ് ഓഫ് ആലപ്പി ക്വീൻസിന്റെ നേതൃത്വത്തിൽ ക്വീൻസ് 2026 എന്ന പേരിൽ ക്യാൻസർ രോഗം പിടിപെട്ട് ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് കൈത്താങ്ങ് തീർക്കുന്ന പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 8-നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. കയർ സംഘങ്ങൾക്ക് കൈക്കോപ്പറേഷൻ നൽകുവാനുള്ള ഉൽപ്പന്ന വില കുടിശ്ശിക എത്രയും പെട്ടെന്ന് തന്നു തീർക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൈക്കോപ്പറേഷന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം സംഘടിപ്പിച്ചത്. കൈക്കോപ്പറേഷൻ സംഘങ്ങൾക്ക് നൽകുവാനുള്ള ഉൽപ്പന്ന വില കുടിശ്ശിക എത്രയും പെട്ടെന്ന് തന്നു തീർക്കുക, സംഘങ്ങൾക്ക് നൽകുവാനുള്ള MDA പൂർണ്ണമായും നൽകുക, കയറുൽപാദനം വർദ്ധിപ്പിക്കുവാൻ 100 ഫുൾ ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീൻ അനുവദിക്കുക, കയർ കോർപ്പറേഷനും കയർ ഫണ്ടിനും റിവോൾവിംഗ് ഫണ്ട് അനുവദിക്കുക, കയർവില വർധനവിനനുസരിച്ച് ഉൽപ്പന്ന വില പുതുക്കി തീരുമാനിച്ച് നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കയർ കോർപ്പറേഷന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉപരോധ സമരം AITUC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. തോട്ടവിളയാക്കണം. ഇപ്പൊ കായംകുളത്തൊരു തോട്ടവിള ഗവേഷണ കേന്ദ്രം ഉണ്ടല്ലോ, അവിടെ നാളികേരം ഉണ്ടല്ലോ. അപ്പൊ നാളികേരം തോട്ടവിളയുടെ ഭാഗമാണ്. പക്ഷെ കേരളത്തിൽ നാളികേരം തോട്ടവിളയല്ല, ഇപ്പോഴും തോട്ടവിളയായി പരിഗണിച്ചിട്ടില്ല. ഈ അടിസ്ഥാന പ്രശ്നം ആര് കൈകാര്യം ചെയ്യും? അത് കൈകാര്യം ചെയ്യാതെ നിങ്ങളുടെ ഈ സംഘമൊന്നും നേരെയവേ ആവൂല. അങ്ങനെ ആകണമെങ്കിൽ അത്തരം അടിസ്ഥാന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യണം. അതിന് കയർ എക്സ്പെർട്ട് എന്നോ കയർ കമ്മിറ്റി എന്നോ കയർ കോൺക്ലേവ് എന്നോ പറഞ്ഞ് അവിടെ കുറെ ചർച്ചകളും കൺക്ലൂഷനുകളിലും എത്തിയാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. നാളികേരത്തിന്റെ ഉൽപാദനവും വിപണനവും അതിന്റെ തൊണ്ടുശേഖരണവും ഒരു ഓട്ടോമേഷൻ പോലെ തന്നെ ഉൽപാദന കേന്ദ്രങ്ങളിൽ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കയർ വ്യവസായത്തെ സമഗ്രമായി പരിഹരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് കൊണ്ടുവരുവാൻ ചെറുകിട ഉൽപാദകർ വേണം. ആ മേഖലയിലെ ചെറിയ ആളുകൾ വേണം തുടക്കം കുറിക്കൂ. ഫെഡറേഷൻ ആക്ടിംഗ് പ്രസിഡന്റ് NV തമ്പി ഉപവാസ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി D സനിൽകുമാർ സ്വാഗതം പറഞ്ഞു. KV സതീശൻ, D ദീപു, P മുജേഷ് കുമാർ, KJ പ്രഭു, PK പ്രകാശൻ, ED രാജേന്ദ്രൻ, NS അനിൽകുമാർ, VC അലോഷ്യസ്, ബെഞ്ചമിൻ, O തോമസ്, KA സദാനന്ദൻ, PP ബിനു, വീരരാജു എന്നിവർ ഉപരോധ സമരത്തിൽ സംബന്ധിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 6-7 തീയതികളിലായി ചേർത്തലയിൽ നടക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ ചേർത്തലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമസ്കാരം എല്ലാവർക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COയുടെ 15ാമത് ജില്ലാ സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി 6-7 തീയതികളായി ചേർത്തലയിൽ വെച്ച് ചേരുകയാണ്. 6-ാം തീയതി ജില്ലയിലെ മുഴുവൻ ഓപ്പറേറ്റർമാരും ചേർത്തല കേന്ദ്രീകരിച്ച് ഓപ്പറേറ്റർമാരും അവരുടെ സഹപ്രവർത്തകരും ചേർന്നുള്ള പൊതുപ്രകടനവും കലാപരിപാടികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. വൈകുന്നേരം 4 മണിക്ക് പൊതുപ്രകടനം ആരംഭിച്ച് ചേർത്തല മുനിസിപ്പൽ മൈതാനിൽ സമാപിക്കുകയാണ്. ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് അവറുകളാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സാഹസ സംഘത്തിൻ്റെ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള
ശ്രീ എസ് രാധാകൃഷ്ണൻ അവറുകളാണ്. ഈ സമ്മേളനത്തിലെ ജനറൽ കൺവീനർ സിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ജി സുരേഷ് ബാബു സ്വാഗതം ആശംസിക്കും. ചേർത്തല നഗരപിതാവ് സോബിൻ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യ അതിഥിയായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് അവറുകളാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ന് കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായി മാറിയിട്ടുള്ള പ്രസ്ഥാനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. കേരളത്തിലെ ഏതാണ്ട് 4000-ലധികം വരുന്ന ഓപ്പറേറ്റർമാരെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 6-7 തീയതികളിലായി ചേർത്തലയിൽ നടക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 6-ാം തീയതി സംഘടനയിലെ മുഴുവൻ അംഗങ്ങളെയും അണിനിരത്തി നഗരത്തിൽ ഗംഭീര പ്രകടനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. പ്രകടനത്തെ തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനും സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ S. രാധാകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ചേർത്തല നഗരസഭാ അധ്യക്ഷൻ S. സോബിൻ മുഖ്യാതിഥിയാകും. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ആമുഖ പ്രഭാഷണം നടത്തും. പൊതുസമ്മേളനത്തെ തുടർന്ന് ചേർത്തല മുനിസിപ്പൽ മൈതാനത്തെ വേദിയിൽ മെഗാ ഷോ അരങ്ങേറും. ഫെബ്രുവരി 7-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്യും. COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പൻ, ജില്ലാ സെക്രട്ടറി S. ഷിബു, TM ഷാഹുദ്ദീൻ, P. മധു, G. സുരേഷ് ബാബു, PSCB അജിത് ദാസ് എന്നിവർ ചേർത്തലയിൽ സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. തന്റെ 40 വർഷത്തെ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നതായും താൻ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നതായും അഡ്വക്കേറ്റ് കിഷോർ ബാബു പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. തന്റെ 40 വർഷത്തെ കോൺഗ്രസ് സേവനം അവസാനിപ്പിക്കുന്നതായി KPCC ഇൻഡസ്ട്രീസ് സെൽ സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് കിഷോർ ബാബു പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് കിഷോർ ബാബു കോൺഗ്രസിൽ നിന്നും രാജിവെച്ചതായി അറിയിച്ചത്. തന്റെ മേൽനോട്ടത്തിൽ സംഘടിപ്പിച്ച വ്യാവസായിക സംഗമവേദിയിൽ വെച്ച് ആലപ്പുഴ MP KC വേണുഗോപാലിൽ നിന്നുമുണ്ടായ ചില കാര്യങ്ങളിൽ പ്രതിഷേധിച്ചാണ് താൻ രാജിവെച്ചതെന്നും ഏറെ ആലോചിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പറഞ്ഞു വന്നത് ഏതാണ്ട് 85 കാലഘട്ടം മുതൽ ഇതുവരെയുള്ള 40 വർഷ കാലഘട്ടത്തെ ഒരു കോൺഗ്രസ് ബന്ധം വിച്ഛേദിച്ചു പോകുമ്പോൾ ഹൃദയഭേദമായ മനസ്സിന് വളരെ അഗാധത്തിൽ താഴെത്തട്ടിൽ വേദന ഉണ്ടാക്കുന്ന ഒരു തീരുമാനം ആണ് എങ്കിൽ പോലും അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്നുള്ളതുകൊണ്ട് ഞാനതിൻ്റെ പാറ്റേൺ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. കേരളത്തിലെ വളർന്നു വരുന്ന KSU യൂത്ത് കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ നിലവിലുള്ള സംസ്ഥാന കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം അനുവർത്തിക്കുന്ന നിലപാടുകൾ അഭിലഷണീയമല്ല. ഞാനിങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ വ്യക്തിപരമായി എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. നാളെ കേരളം ഭരിക്കാൻ പോകുന്നത് UDF ആണെന്നുള്ള പ്രചണ്ഡമായ പ്രചരണം നടത്തി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിൽ UDF അധികാരത്തിൽ ഇടം പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് എന്നെപ്പോലെയുള്ള ഒരാൾ ഈ പാർട്ടി വിട്ടുപോകാനുള്ള തീരുമാനമെടുക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയാകാനോ അതല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ. 12 വർഷത്തിലൊരിക്കൽ മാത്രം നടത്തിവരാനുള്ള ക്ഷേത്രാചാരമായ പള്ളിപ്പാന ഈ മാസം 8-ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ആരംഭിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന അതിപുരാതന ക്ഷേത്രാചാരമായ പള്ളിപ്പാന ഈ മാസം 8-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 8-ന് തുടങ്ങുന്ന പള്ളിപ്പാന 22-നാണ് സമാപിക്കുന്നത്. 15 ദിവസങ്ങളിലായി 25ഓളം ചടങ്ങുകളാണ് പള്ളിപ്പാനയുടെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നത്. നിലവിൽ ക്ഷേത്രകുളത്തിന് തെക്ക് ഭാഗത്താണ് ചടങ്ങുകൾ നടക്കുന്നതെന്നും കാപ്പക്കെട്ട് ചടങ്ങോടെയാണ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. 12 കളഭം കൂടുമ്പോഴാണ് പള്ളിപ്പാന നടക്കുന്നത്. 12 വർഷം കൂടുമ്പോൾ ആ പള്ളിപ്പാന ചടങ്ങുകൾ ഈ 8-ാം തീയതി ഫെബ്രുവരി 8-ന് ആരംഭിച്ച്
ഫെബ്രുവരി 22-ന് ചടങ്ങുകൾ അവസാനിക്കും. തുടർന്ന് ഫെബ്രുവരി 26-ന് അതുമായി ബന്ധപ്പെട്ട ദ്രവ്യകലശം ആരംഭിച്ച് മാർച്ച് 5-ന് ദ്രവ്യകലശ ചടങ്ങുകൾ അവസാനിക്കും. മാർച്ച് 6-ന് അമ്പലപ്പുഴയിൽ ഭഗവാന്റെ കൊടിയേറ്റാണ്. മാർച്ച് 15-ന് ആറാട്ടും. ഇപ്പോൾ 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന പള്ളിപ്പാന ചടങ്ങുകൾക്ക് 12 പള്ളിപ്പാന കഴിയുമ്പോൾ ഒരു ദിവ്യബലി, 144 വർഷം കഴിയുമ്പോൾ ദിവ്യബലി നടക്കും. ഇത് ഏകദേശം 360. പള്ളിപ്പാന സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, ജനറൽ കൺവീനർ TR രാജീവ്, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ V ഈശ്വരൻ നമ്പൂതിരി എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധീവരസഭ അംഗങ്ങളായിട്ടുള്ളവർക്ക് അർഹമായ സീറ്റ് നൽകുവാൻ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകണമെന്ന് അഖില കേരള ധീവരസഭ കൺവീനർ V ദിനകരൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് V ദിനകരൻ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധീവരസഭ അംഗങ്ങളായിട്ടുള്ളവർക്ക് അർഹമായ സീറ്റ് നൽകാൻ ഓരോ പാർട്ടികളും തയ്യാറാകണമെന്ന് അഖില കേരള ധീവരസഭ കൺവീനർ V ദിനകരൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ തങ്ങൾ കത്ത് നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ആർക്ക് സീറ്റ് നൽകണമെന്ന് ധീവരസഭ ആവശ്യപ്പെടില്ല, മറിച്ച് ധീവരസഭയിലുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആർക്കും അവരവർക്കിഷ്ടമുള്ളവർക്ക് സീറ്റ് നൽകാം. താൻ എന്തായാലും മത്സര രംഗത്തില്ല എന്നും അത് നേരത്തെ തീരുമാനിച്ചതാണെന്നും V ദിനകരൻ പറഞ്ഞു. ധീവര സമുദായത്തിന് വളരെയേറെ സ്വാധീനമുള്ള മലബാർ മേഖലയിൽ മത്സരിക്കുന്നതിനായി മുസ്ലിം ലീഗിന് ലഭിക്കുന്ന സീറ്റിൽ നിന്നും ഒരു സീറ്റ് വിട്ടുതരുവാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാകണമെന്നും V ദിനകരൻ ആവശ്യപ്പെട്ടു. സീറ്റ് വിഭജന ചർച്ച നടത്തിയാൽ പ്രബലന്മാരെ അംഗീകരിക്കുകയും ദുർബലന്മാരെ അവഗണിക്കുകയും ചെയ്യുന്നൊരു സമീപനമുണ്ട്. പ്ലാവൊരവസ്ഥ ഇത്തവണ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാമുദായികവാദം വളരെ വർദ്ധിച്ചിരിക്കുന്നൊരു സമയമാണിത്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇപ്പോൾ എല്ലാവരും സമുദായവാദമാണ് ഉന്നയിക്കുന്നത്. ഇപ്പം ഞങ്ങളെപ്പോലുള്ളവരിങ്ങനെ എന്തെങ്കിലും തരുന്നതും വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ മുന്നണികളും എല്ലാവരോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. എല്ലാവർക്കും കത്തയച്ചിട്ടുണ്ട്. 4 മുന്നണി പാർട്ടികൾക്ക് BJP, കോൺഗ്രസ്, CPIM, CPI ഈ 4 പാർട്ടികൾ കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ 140 നിയോജക മണ്ഡലങ്ങളുള്ളതിൽ 48ഓളം നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ നിർണായകമായ സ്വാധീനമുള്ളവരാണ്. അതിൽ ഞങ്ങൾ ലയൺസ് ക്ലബ് ഓഫ് ആലപ്പി ക്വീൻസിന്റെ നേതൃത്വത്തിൽ ക്വീൻസ 2026 എന്ന പേരിൽ ക്യാൻസർ രോഗം പിടിപെട്ട് ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് കൈത്താങ്ങ് തീർക്കുന്ന പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ക്യാൻസർ രോഗം പിടിപെട്ട് ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് കൈത്താങ്ങ് തീർക്കുവാനായി ക്വീൻസ 2026 എന്ന പേരിൽ ഏകദിന പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ക്ലബ് ഓഫ് ആലപ്പി ക്വീൻസിന്റെ നേതൃത്വത്തിൽ ഈ മാസം 8-ന് പുന്നപ്ര കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലയൺസ് ഇന്റർനാഷണലിന്റെ ചൈൽഡ്ഹുഡ് ക്യാൻസർ എന്ന പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് ചികിത്സാ സഹായം ഉറപ്പാക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിലൊരു വേറിട്ട പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ മിനി ശ്യാം, രാജേശ്വരി നായർ, അഡ്വക്കേറ്റ് രേഷ്മ ജഗദീഷ്, ഷഹനാസ് ഖാൻ, ജയശ്രീദേവി, സോജ ജയദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങളുടെ ക്ലബ്ബ് ഈ വരുന്ന ഞായറാഴ്ച 8-ാം തീയതി, ഫെബ്രുവരി 8-ാം തീയതി ക്വെൻസ 26 എന്നും പറഞ്ഞിട്ട് ഒരു ഇവൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെഷൻ ഒരു ചെറിയൊരു ഔദ്യോഗിക പരിപാടിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ലെഗസി അൺബൗണ്ട്, വെൽവെറ്റ് വാക്ക്, ഇങ്ങനെ 2 പ്രോഗ്രാംസ്, കൾച്ചറൽ പോലത്തെ ഒരു പ്രോഗ്രാംസാണ് നടത്തുന്നത്. ലെഗസി അൺബൗണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് അന്യാധീനപ്പെട്ടു പോകുന്ന നാടൻ കലാരൂപങ്ങളായ കഥകളി, ചവിട്ട് നാടകം, ഇത് രണ്ടുമാണ് നമ്മൾ ആ ലെഗസി അൺബൗണ്ടിൽ ഷോക്കേസ് ചെയ്യുന്നത്. ഇതായിരിക്കും ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് വെൽവെറ്റ് വാക്ക് എന്നും പറഞ്ഞിട്ട് യങ്സ്റ്റേഴ്സിന് വേണ്ടി, അതായത് ലയണിസം അല്ലെങ്കിൽ ലയൺസ് ക്ലബിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം സർവീസാണ്. സോ ഈ സർവീസിലേക്ക് നമ്മൾ യങ്സ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഫാഷൻ ഷോ, ഒരു ട്രഡീഷണൽ കം ഫാഷൻ ഫ്യൂഷൻ ഒരു തീം വെച്ചിട്ട് ഫാഷൻ ഷോ നടത്തുകയാണ്. അപ്പം അതിൽ 18 to 26 ഇയർ ഓൾഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന, കോളേജ് സ്റ്റുഡൻസിനെ. അപ്പം ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമുക്ക് ഒരു സോൾ റീസൺ ഉണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കയർ സംഘങ്ങൾക്ക് കൈക്കോപ്പറേഷൻ നൽകുവാനുള്ള ഉൽപ്പന്ന വില കുടിശ്ശിക എത്രയും പെട്ടെന്ന് തന്നു തീർക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കയർകോപ്പറേഷന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം സംഘടിപ്പിച്ചത്. തന്റെ 40 വർഷത്തെ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നതായും താൻ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നതായും അഡ്വക്കേറ്റ് കിഷോർ ബാബു പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം കാര്യം വ്യക്തമാക്കിയത്. 12 വർഷത്തിലൊരിക്കൽ മാത്രം നടത്തിവരാറുള്ള ക്ഷേത്രാചാരമായ പള്ളിപ്പാന ഈ മാസം 8-ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ആരംഭിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധീവരസഭാംഗങ്ങളായിട്ടുള്ളവർക്ക് അർഹമായ സീറ്റ് നൽകുവാൻ ഓരോ പാർട്ടികളും തയ്യാറാകണമെന്ന് അഖില കേരള ധീവരസഭാ കൺവീനർ വി ദിനകരൻ ആവശ്യപ്പെട്ടു. ലയൺസ് ക്ലബ്ബ് ഓഫ് ആലപ്പി ക്വീൻസിന്റെ നേതൃത്വത്തിൽ ക്വീൻസ് 2026 എന്ന പേരിൽ ക്യാൻസർ രോഗം പിടിപെട്ട് ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് കൈത്താങ്ങ് തീർക്കുന്ന പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 8-നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.